നമ്മുടെ ക്ലാസ് റൂം കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബോർഡിൽ ചോക്ക് വെച്ച് എഴുതുന്ന ഒരു കൺസെപ്റ്റായിരുന്നു. അതിനുശേഷം അത് നമുക്കൊരു പ്രൊജക്ടർ വിത്ത് സ്ക്രീൻ എന്നുള്ളൊരു പ്രസന്റേഷൻ മോഡിലേക്ക് മാറി. അതിനുശേഷം നമുക്കൊരു ടെലിവിഷനിലൂടെ പ്രസന്റ് ചെയ്യുന്ന ഒരു മോഡിലേക്ക് മാറി. ഇപ്പം നമുക്ക് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് കുറച്ചും കൂടി ഇൻറ്ററാക്റ്റീവ് ആയിട്ടും അട്രാക്റ്റീവ് ആയിട്ടും ക്ലാസ്സുകൾ എടുക്കാനും ഈസി ആയിട്ട് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാനും പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് നമുക്കിപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻറ്ററാക്റ്റീവ് പാനൽസ്. ഇത് 4K റെസൊല്യൂഷൻ ഇൻറ്ററാക്റ്റീവ് പാനൽസ് ആണ്. ബിൽറ്റ് ഇൻ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമാണ്. ടഫ് ആൻഡ് ഗ്ലാസ് ആണ്. അതുപോലെ തന്നെ നമുക്കിതിൽ വരുന്ന ഒരു ബേസിക് പ്ലാറ്റ്ഫോമാണ് വൈറ്റ് ബോർഡ്. ഈ വൈറ്റ് ബോർഡിനെ നമുക്ക് പല മോഡിൽ ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്നത് ഗ്രീൻ ബോർഡ് കാറ്റഗറിയാണ്. ഇതിൽ നമുക്ക് റൈറ്റിംഗ്, ഈസി എറേസിംഗ്, അതുപോലെ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള കുറച്ച് ടൂൾസ് ഉണ്ട്. ആ ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് ഷേപ്സ് റെക്കഗ്നീഷൻ, അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് റെക്കഗ്നീഷൻ. ഇതൊരു സ്കൂളുകളിലേക്ക് മാത്രമല്ല, ചെറിയ ട്യൂഷൻ സെൻറ്ററുകൾ, കോച്ചിങ് സെൻറ്ററുകൾ, ഇവിടെയെല്ലാം നമുക്ക് ക്ലാസ്സുകൾ ഈസി ആയിട്ട് എടുക്കാനും അട്രാക്റ്റീവായിട്ട് എടുക്കാനും നമുക്ക് ഈ പറഞ്ഞ ആൻഡ്രോയിഡ് പാനൽ ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ തന്നെ നമുക്ക് സ്റ്റോറേജ്, ബിൽറ്റ് ഇൻ സ്റ്റോറേജ് വരുന്നുണ്ട്, ക്ലൗഡ് ബേസ്ഡ് സ്റ്റോറേജ് വരുന്നുണ്ട്. നമ്മൾ എടുത്ത ക്ലാസ്സുകൾ നമുക്ക് റിവിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എടുത്ത ക്ലാസ്സുകൾ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ബ്ലാക്ക് ബോർഡിൽ എഴുതുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതി തീരുന്ന കാര്യങ്ങൾ അവിടെ നമ്മൾ എറേസ് ചെയ്തതിന് ശേഷം വേണമായിരുന്നു അടുത്ത ക്ലാസ് എടുക്കാനായിട്ട്. ഇത് ഇപ്പം നമുക്ക് അങ്ങനെയല്ല. നമുക്ക് എത്ര പേജ് വേണമെങ്കിലും ആഡ് ചെയ്ത് നമുക്ക് ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്തെടുക്കാൻ പറ്റും. ആ കണ്ടിന്യൂ ചെയ്തെടുക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ സേവ് ചെയ്ത് ഷെയർ ചെയ്യുന്നത്.